പ്രൈസ് ദി ലോർഡ്. ഇന്ന് അമ്മയുടെ അടുത്ത് വന്നേ. അപ്പൊ ഒരു പാട്ട്. ഓക്കെ, പോയതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ സാറിന് പറയാറില്ലേ, കർത്താവ് വരാൻ താമസിച്ചാൽ നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യാം. അത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണോ? കർത്താവ് വരാൻ താമസിക്കുമോ? കർത്താവ് വരുവാൻ താമസിക്കയില്ലെന്നല്ലേ വചനം പറയുന്നത്. കർത്താവിൻ്റെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വരാനുള്ളവൻ വരും, താമസിക്കയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് അങ്ങനെ പറയണ്ട. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നാളെ കാണാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്നതായിരിക്കും നല്ലത്, അല്ലേ? എന്താ പറയുക നിങ്ങളുടെ അഭിപ്രായം? അല്ലേ അമ്മേ? അതെ അതെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോകാം. ഈ പാട്ടില് പറയുന്നത് എന്താണ്? കർത്താവേ, നീ എന്താണ് വരാൻ ഇനിയും താമസമുണ്ടോ? അതെന്താണെന്നറിയോ? ഒരു ഭക്തന്റെ ആഗ്രഹം ഈ ദുഷ്ടലോകത്തിൽ, ഈ നശിച്ച ലോകത്തിൽ എന്തിനാണ്? എനിക്ക് എന്റെ കർത്താവിനെ കണ്ടാൽ മതി. കർത്താവെ, നീ ഒന്ന് വരാത്ത എന്താ? ഒന്ന് വേഗം വരണമേ എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. ആ പാട്ട് ഇപ്പൊ പാടാം. കാന്തതാമസമെന്തഹോ വന്നിടനേശു, കാന്തതാമസമെന്തഹോ, കാന്ത നിൻ വരവിനായി കാത്തിരുന്നെന്റെ മനം, വെന്തുരുകുന്നു കണ്ണും മങ്ങുന്നൻ മനുവേലേ, കാന്തതാമസമെന്തഹോ വന്നിടനേശു, കാന്തതാമസമെന്തഹോ. ദുഃഖം നീ നോക്കുന്നില്ലയോ, എന്റെ വിലാപ ശബ്ദം നീ കേൾക്കുന്നില്ലയോ, ദുഃഖം നീ നോക്കുന്നില്ലയോ, പിശാചന്മാനം വെക്കം ഹനിപ്പാനയ്യോ, തൃക്കണ്ണാലെന്നെ നോക്കി ദുരിതങ്ങളാകെ പോക്കി, വെക്കം നിൻ മണവാട്ടി ആക്കിക്കൊള്ളുവാൻ പ്രിയ, കാന്തതാമസമെന്തഹോ വന്നിടനേശു, കാന്തതാമസമെന്തഹോ.